ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുന്ന 2 അസുഖങ്ങളാണ്. ഒന്ന് ഷിഗല്ലയും ഒന്ന് ഡെങ്കിപ്പനി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങളും അത് നമ്മുടെ വീടുകളിൻ്റെ പരിസരങ്ങളിൽ എങ്ങനെയാണ് പടരുന്നതെന്നും അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നുമുള്ള ഒരു ക്ലാസ് അംഗനവാടിയിൽ നിന്ന് ഉണ്ടായിരുന്നു കേട്ടോ. മുക്കോല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു JHയും വിഴിഞ്ഞത്തുള്ള ഒരു HI ഹെൽത്ത് ഇൻസ്പെക്ടറുമാണ് ആ ക്ലാസ് എടുത്തിട്ടുള്ളത്. നിങ്ങളത് കേട്ട് നോക്കൂ കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കണേ. ഡെങ്കിപ്പനിയുടെ ഒരു ഔട്ട്ബ്രേക്ക് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഇടയിലുള്ള ആൾക്ക് ഈ പനി വരാതിരിക്കാനുള്ള മുൻകരുതൽ ഇതൊക്കെ എടുക്കാം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ. നമ്മുടെ പരിസരത്ത് എല്ലാം ഡെങ്കിപ്പനിയുണ്ട്. ഡെങ്കിപ്പനിയുടെ പുതുവിനെ കണ്ടിട്ടുണ്ടാവും. നേരത്തെ ക്ലാസ് നോക്കുന്നത് ഞാൻ ലാവയും അതിൻ്റെ എഡിസിൻ്റെ ലാവയും പുതുവിനെല്ലാം കൊണ്ടുവരും. നമ്മുടെ സ്റ്റാഫുകൾ ഇത് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടുവരാൻ പറ്റുമോ ശരി 2 മണി കഴിഞ്ഞാൽ വേണ്ടിയിട്ട്. അപ്പം പ്രധാനമായിട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഡെങ്കിപ്പനി എങ്ങനെ വരുന്നത്, നമുക്ക് എങ്ങനെ തടയാം, പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു രോഗം അല്ലെ വൈറസ് രോഗം അതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം, ഇതൊക്കെയാണ് ഞാൻ പൊതുവായിട്ട് പറയുന്നത്. ഡെങ്കിപ്പനി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഡെങ്കിപ്പനി എങ്ങനെയാണ് പകരുന്നതെന്ന് അറിയാമോ? ഡെങ്കിപ്പനി പലതരം കൊതുകുകളുണ്ട്. നമ്മുടെ പരിസരത്ത് പലതരം കൊതുകുകളുണ്ട്. ഈഡിസ് ഉണ്ട്, അനാഫിലസ് ഉണ്ട്, ക്യാൻസറുണ്ട്, പലതരം കൊതുകുകളുണ്ട്. പക്ഷേ പെൺകൊതുകുകളാണ് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ആൺകൊതുകുകൾ വളരെ പാവപ്പെട്ടവരാണ്. കാരണം ഏതൊരു കൊതുകാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഡിസ് ഫാം കൊതുകാണ്. ഈഡിസ് ഫാം കൊതുകളെ നമ്മളെല്ലാം കണ്ടുള്ള കൊതുകുകളാണ്. നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ട്. തണുപ്പിൽ വെള്ള പുള്ളിയുള്ള ചെറിയ കൊതുകുകളാണ് ഈഡിസ് കൊതുക്. അതിനെ വേറൊരു പേരുണ്ട്, ടൈഗർ മോസ്കിറ്റോ എന്ന് പറയും. എന്തുകൊണ്ട് ടൈഗർ മോസ്കിറ്റോ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മളെ ആക്രമിച്ച് കഴിയും. കടുവ അല്ലേ, ടൈഗർ എന്ന് പറഞ്ഞാൽ പുലി, കടുവ. അത് എങ്ങനെയാണ് മനുഷ്യരെ ആക്രമിച്ച് കഴിക്കുന്ന ഒരു വിഭാഗം ജീവികളാണ് ഈ കൊതുകുകളാണ് കടുവ. അതുപോലെ തന്നെ ഈ കൊതുകുകൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ബാക്കി വന്ന് ചെവിയിലും കഴുത്തിനൊക്കെ കഴിക്കുന്ന, കൈകളിലൊക്കെ കഴിക്കുന്ന ഒരു ജീവിയാണ് ഈ ഈഡിസ് ഫാം കൊതുക്. അതുകൊണ്ടാണ് എന്ത് പേര് വിളിക്കുന്നത്, ടൈഗർ മോസ്കിറ്റോ എന്ന് പറയുന്നത്. ഇനി ഈ കൊതുകുകൾ എങ്ങനെ മുട്ടയിടുന്നു, എങ്ങനെ അത് വിരിയുന്നു, കൊതുകാകുന്നു, നമുക്ക് രോഗം പരത്തുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ ചെറിയ ക്ലാസ്സുകൾ 4 വകഭേദങ്ങൾ: എഗ്, ലാവ, പ്യൂപ്പ, അടച്ചു അല്ലേ. മുട്ട ആദ്യം മുട്ട ഒന്ന് കാണാൻ പറ്റുമോ? കൊതുകിൻ്റെ മുട്ട. കൊതുക് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് എവിടെയൊക്കെ വെള്ളം കിട്ടിയിരിക്കുന്നു അവിടെ എല്ലാം കഴിക്കും. ഏതൊക്കെ തരം കൊതുകുകളുണ്ടോ അത്തരം കൊതുകുകളെല്ലാം ടെറസിൻ്റെ മുകളിൽ നമ്മളിവിടെ വർക്ക് ചെയ്ത സമയത്ത് ടെറസിൻ്റെ മുകളിലൊക്കെ ഒരുപാട് വീടുകൾ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അത് എല്ലാ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വെള്ളക്കെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാഴ്ചയിൽ ഒരിക്കൽ അത് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈഡിസ് വിഭാഗം കൊതുകാണ് നമുക്ക് ഈ അസുഖം വരുത്തുന്നതെന്ന് പറഞ്ഞു. വീടിൻ്റെ പരിസരത്ത് കെട്ടിരിക്കുന്ന വെള്ളങ്ങൾ ഇപ്പോൾ നമ്മൾ ഭംഗിക്ക് വേണ്ടി ഈ ഓവെല്ലാം വെച്ചിട്ട് പാത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഷീറ്റൊക്കെ ഇറക്കിയിട്ട് ഷീറ്റിൻ്റെ സൈഡിലേക്ക് നല്ല മനോഹരമായിട്ടുള്ള പാത്തികൾ വെച്ചിട്ടുണ്ട് അല്ലേ, ഉണ്ട്. അപ്പോൾ ആ പാത്തികൾ നല്ല സ്ലോപ്പ് കൊണ്ട് ഇലകളൊന്നും വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം ഒഴുകി പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഒരു ബെഞ്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെള്ളം അത് ശുദ്ധജലമാണ്. ഈ ശുദ്ധജലത്തിൽ മുട്ടയിടുന്നതാണ് ഇവർ ഏറ്റവും വലിയ താല്പര്യം. ഏറ്റവും വലിയ താല്പര്യമുള്ളത് മുട്ടത്തോട്, ചിരട്ട, ടിന്ന്, പാത്രങ്ങൾ, ചട്ടി, ടെറസിൻ്റെ മോട്ടർ, ഫ്രിഡ്ജിൻ്റെ ബാക്കിലെ ട്രേ, നമ്മൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന എന്താണ് മണിപ്ലാന്റ് വെച്ചിരിക്കുന്ന കുപ്പികൾ, പാത്രങ്ങൾ, ഇതിലൊക്കെ മുട്ടയിടും. മുട്ടയിടും. അപ്പോൾ ഈ രോഗബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈഡിസ് പനി നമ്മൾ ഈ ഡെങ്കിപ്പനി ആർക്കും വരാതിരിക്കട്ടെ. പക്ഷേ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നമുക്ക് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ നമുക്ക് അതിനെതിരെ പ്രതിരോധിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നമുക്കറിയാം അല്ലേ. ശക്തമായ പനി, പിന്നെ ശരീരവേദന, ശരീരമാസവേദന, ഒടിഞ്ഞു നോക്കുന്ന വേദന, ജോയിന്റ് വേദന, നടുവേദന, തലവേദന, ചിലർക്ക് നല്ല വേദന ഉണ്ടാകും, പ്രയാസം നോക്കാൻ ബുദ്ധിമുട്ട് കാണും, പിന്നെ വയറുവേദന ചിലർക്ക് കാണും. എല്ലാവർക്കും വയറുവേദന കാണില്ല. ചിലർക്ക് ഡെങ്കിപ്പനി വന്ന ആരെങ്കിലും ഉണ്ടാവില്ല, നമ്മൾക്കറിയാം. പിന്നെ ചിലർക്ക് ഈ ശബ്ദത്തിൽ ഓർക്കാനും അതുപോലെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഡെങ്കിപ്പനിയുടെ ലക്ഷണമാണ്. എല്ലാവർക്കും ഈ ശബ്ദത്തിലൊന്നും ഉണ്ടാവില്ല, ചിലർക്ക് ഈ ശബ്ദത്തിൽ വയറുവേദനയൊക്കെ ഉണ്ടാവും. എന്നാൽ പൊതുവായിട്ടുള്ള ലക്ഷണം ശക്തമായ പനി ഉണ്ടാവും, ശരീരവേദന, ശക്തമായ ശരീരവേദന, ഒടിഞ്ഞു നുറുക്കുന്ന വേദന, ശരീരം മൊത്തം ഒടിഞ്ഞു നുറുക്കുന്ന വേദന ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് വേറെ പേരുകളുണ്ട് ഈ അസുഖം. എന്താണ്? പ്ലേഗ് ബോൺ ഡിസീസ്. എന്താണ് പ്ലേഗ് ബോൺ ഡിസീസ്? അല്ലേ? നമ്മൾ പറഞ്ഞത് ഡെങ്കിപ്പനിയെ കുറിച്ചാണ്. കേട്ടാ, ഡെങ്കിപ്പനി എങ്ങനെയാണ് വരുന്നത്, ആരാണ് വരുത്തുന്നത്, ഇത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പറയുന്നത് പറയുന്നത്. ഈഡിസ് വിഭാഗം കൊതുകുകളാണ് ഡെങ്കിപ്പനി വരുത്തുന്നത്. ഈഡിസ് വിഭാഗം കൊതുകുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറുത്ത ശരീരത്തിൽ വെള്ള പുള്ളികളുണ്ട്. അത്രയും കൊതുകുകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തെല്ലാം ഉള്ളതാണ്. അപ്പോൾ വെള്ളക്കെട്ടിനാണ് ഇത് ഉണ്ടായിട്ട് പെരുകുന്നത്. വീടിൻ്റെ പരിസരത്തുള്ള വെള്ളക്കെട്ട് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കും അല്ലേ. അപ്പോൾ അതിന് ലക്ഷണങ്ങളാണ് ശക്തമായ പനി, ശരീരവേദന, പിന്നെ ചെറുത്ത് തലവേദന ഉണ്ടാകും,
ചിലർക്ക് ബോഡി ഇത് എന്താണ് വയറുവേദന ഉണ്ടാകും, ശരത്തിലുണ്ടാകും, കണ്ണുവേദന ഉണ്ടാകും, ശക്തമായ പനിയും ശരീരവേദനയും എല്ലാവർക്കും ഉള്ള ലക്ഷണം. അതിൻ്റെ കൂടെ ബാഹ്യമായിട്ട് ചിലർക്ക് ഒരു ലക്ഷണം കൂടെ ഉണ്ട്. എന്താണെന്ന് അറിയുമോ? 5-ാം പനിക്ക് നമുക്ക് പണ്ട് കുരുക്കൾ വന്നിട്ടില്ലേ, ചെറിയ ചുവന്ന കുരുക്കൾ. ആ കുരുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷമുണ്ട്. അത് ഡെങ്കിപ്പനിയുടെ ഒരു ലക്ഷണമാണ്. ഇനിയുള്ള ലക്ഷണങ്ങൾ നമുക്ക് ആശുപത്രിയിൽ എത്തുമ്പോഴേ അറിയാം. രക്തപരിശോധനയിലൂടെയാണ് നമുക്ക് ഈ ഊഹം വെച്ച് പനിയും തലവേദനയും ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് അറിയാം. ചിലർക്ക് ബോധക്ഷയം ഉണ്ടാകും. അതായത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിൻ്റെ ഒരു ക്യൂബിക് എംഎമ്മിൽ ഉണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മുതൽ 4 ലക്ഷം എണ്ണം ആണ് അതിൻ്റെ അളവ്. എന്നാൽ ഈ ഡെങ്കിപ്പനിയുള്ള ആളിന് പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു. എങ്ങനെയാണ്? 1 ലക്ഷത്തിന് താഴെ വന്ന് 1 ലക്ഷമാവും, 20,000, 60,000, 50,000 താഴെ വന്നതിന് ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാകും. പിന്നെ ശരീരം ഭയങ്കര ക്ഷീണിച്ച് സംസാരിക്കാനൊന്നും പറ്റാത്തൊരു വലിയ ബുദ്ധിമുട്ടുള്ള സ്റ്റേജിലോട്ട് മാറും. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ചികിത്സ കൊടുക്കുക അല്ലേ? അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഡെങ്കിപ്പനിക്ക് 3 സ്റ്റേജ്. ഒന്ന് ക്ലാസിക്കൽ ഡെങ്കി. ക്ലാസിക്കൽ ഡെങ്കി എന്ന് പറയുമ്പോൾ നമുക്ക് വൈറൽ പനി വരാത്ത ആരില്ല അല്ലേ? വൈറൽ ഫീവർ എല്ലാവർക്കും വന്നിട്ടില്ലേ? അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പറയുന്നതാണ് വൈറൽ ഫീവർ അല്ലേ? നമ്മൾ ഈ വൈറൽ പനി ഉണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മൾ സംസാരിക്കുന്നത് ഈ വൈറസ് ആണെന്ന് പറയും, നമുക്ക് പെട്ടെന്ന് അത് കിട്ടും. എന്നാൽ ഈ ഡെങ്കിപ്പനി ആണെങ്കിൽ അങ്ങനെ പറയുന്നത് പറയും ഡെങ്കിപ്പനി ഇല്ല ഉണ്ടായില്ലേ? ഇല്ല അല്ലേ? അങ്ങനെ പറയില്ല. ഒരാളിൽ നിന്ന് നമ്മളിപ്പം അടുത്തില്ല പല പേരോട് ചോദിച്ചുള്ള ഒരു സംശയം, നമുക്ക് ഡെങ്കിപ്പനി ഉള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്നിരുന്നാൽ നമുക്ക് ഡെങ്കിപ്പനി വരുമെന്ന് ചോദിച്ചു. അങ്ങനെ പറയും. ഡെങ്കിപ്പനി ഉള്ള ഒരാളുടെ ശരീരത്തിൽ കൊതു കുത്തിയിട്ട് ഇടിച്ചിട്ടുള്ള കൊതു കുത്തിയിട്ട് ആ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് ഈ കൊതു കുത്തിയാൽ മാത്രമേ നമുക്ക് ഇഡീസ് വിഭാഗം കൊതുകളുടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബൈറ്റ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെയും മാറി മാറി കഴിക്കും. ഒരാളെ കടിച്ച് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ രക്തം തികയാതെ വന്ന് വീണ്ടും അടുത്തയാളെ കഴിക്കും. അങ്ങനെയുള്ള ഒരു വിഭാഗം കൊതുകളാണ് ഇഡീസ് വിഭാഗം. അപ്പോൾ പലർക്കും അസുഖം വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജാണ് ഡെങ്കി, ക്ലാസിക്കൽ ഡെങ്കി. ക്ലാസിക്കൽ ഡെങ്കിക്ക് ഒരാഴ്ച നമുക്ക് പനി ഉണ്ടാവും. നമ്മൾ ചികിത്സിച്ചാലില്ലെങ്കിൽ എന്താണ്? വൈറൽ ഫീവർ ആണെങ്കിൽ ചികിത്സിച്ചാൽ മാറും അല്ലേ? ചികിത്സിച്ചാൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? പനി വരുമ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും പൊതുവെ ഞാൻ ഉൾപ്പെടെ എന്താണ് ചെയ്യുന്നത്? മരുന്ന് വാങ്ങിച്ച് കഴിക്കും. നമ്മൾ വാക്സിനോട് കഴിച്ചു കൊടുക്കും. പക്ഷേ ഇപ്പൊ നമ്മുടെ സ്റ്റൈൽ ഏതാണ്? കോവിഡ് വന്നതിന് ശേഷം ഈ ഡോള എന്ന് പറഞ്ഞൊരു 650 രൂപയാണ് നമ്മൾ കഴിക്കും. അതൊക്കെ ഭയങ്കര റിയാക്ഷനുള്ള ഗുളിയാണ്. പാരസെറ്റമോൾ നല്ലതാണ്. ഒരുപാട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പാരസെറ്റമോൾ. അതൊക്കെ അറിയും. ചെറിയ തലവേദനയൊക്കെ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? പാരസെറ്റമോൾ കഴിക്കും അല്ലേ? അപ്പോൾ ഈ ക്ലാസിക്കൽ ഡെങ്കി ഫീവർ എന്ന് പറയുന്ന ഒരാഴ്ചത്തെ പനിയിൽ നമ്മൾ ഈ ഗുളിയെ കഴിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡെങ്കിപ്പനി ആണെങ്കിൽ ഒരിക്കലും മാറും. അടുത്ത ആഴ്ചയാകുമ്പോൾ വീണ്ടും ശക്തമായ പനിയും തലവേദന ഇതേ ലക്ഷണങ്ങൾ വീണ്ടും ഉണ്ടാകും. അപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ വെച്ച് ചികിത്സിക്കാതെ ചികിത്സയായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രി ആണെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി, അതിലൊരു ആശുപത്രി പോയി വിശ്വാസമുള്ള നിങ്ങളെ ഒരു ആശുപത്രി പോയി ചികിത്സ തരുന്നത് അല്ലേ? കാരണം ഈ ക്ലാസിക്കൽ ഡെങ്കി ഫീവറിന്റെ ഒരാഴ്ചത്തെ ഈ അസുഖത്തിന് ശേഷം വരുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2ാമത്തെ സ്റ്റേജ് ഹെമറേജിക് സ്റ്റേജ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിലൊക്കെ ബ്ലഡ് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകും. നമ്മുടെ ശരീരം വേർക്കുന്നതിന് വരെ വരുന്ന ചിലപ്പോൾ ബ്ലഡായിരിക്കും. അങ്ങനെ മാരകമായ ഒരു സ്റ്റേജാണ് 2ാമത്തെ സ്റ്റേജ്, ഹെമറേജിക് സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റേജിലെങ്കിലും നമുക്ക് സീരിയസ് ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിലോട്ട് പോകും. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ല. 3ാമത്തെ സ്റ്റേജ് ഹാർട്ട് ഫെയിലിയറായിട്ട് ഷോക്ക് സിൻഡ്രോം എന്ന് പറയും. അത് മരണത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഡെങ്കിപ്പനി എന്താണ്? മാരകമാണ് അല്ലേ? അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഡെങ്കിപ്പനി ഇനി ഒരു കാര്യം പറയാം. നമുക്ക് നേരത്തെ പറഞ്ഞ രക്തപരിശോധന അല്ലേ? നമ്മൾ ഈ ഒരാഴ്ചയായിട്ട് പനി വന്ന് മാറാതിരിക്കുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ എത്തുന്നല്ലേ? അപ്പോൾ ഡോക്ടറിന് അറിയാം ചെറിയ ചെറിയ ലക്ഷണങ്ങൾ വെച്ചിട്ട് 2-3 ടെസ്റ്റ് ചെയ്യും. സാധാരണ എഴുതുമ്പോൾ ESR, RBC ഇതൊക്കെയാണ് പ്രോട്ടീനായിട്ട് എഴുതിയിട്ട് ഇത് കഴിയും. ഏതാണ്? ഡെങ്കിപ്പനി. അപ്പോൾ ഏതാണ് അറിയുമല്ലോ ഡെങ്കിപ്പനിയാണോ എലിപ്പനിയാണോ? എലിപ്പനിക്ക് ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. ചെറുപനിയാണോ എന്നൊന്നും നമുക്ക് അറിയില്ല, ഡോക്ടറിന് അറിയില്ല. പക്ഷേ ഡോക്ടർ ഒരു ഉദ്ദേശം വെച്ച് ലക്ഷണം ബാക്കി ലക്ഷണങ്ങൾ വെച്ചു ഈ നേരത്തെ ഗുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെങ്കിപ്പനിയുടെ ടെസ്റ്റ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ വളരെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒന്ന് ഡെങ്കിപ്പനിയുടെ ലക്ഷണം. 2 കാർഡ് പോസിറ്റീവ് അല്ലെങ്കിൽ IgM പോസിറ്റീവ് എന്ന് പറയുന്ന ബ്ലഡിൽ ഈ ഇതിന്റെ വൈറസ് കണ്ടെത്തിക്കുക. 4 തരം വൈറസുണ്ട്. Net 1, Net 2, Net 3, Net 4 എന്ന് പറയുന്ന 4 തരം വൈറസുകൾ നമുക്ക് ഡെങ്കിപ്പനി വരുത്തുന്ന വൈറസുകൾ. ഇതിലേതെങ്കിലും ഒരു തരം വൈറസ് രക്തപരിശോധനയിൽ തോന്നി കഴിഞ്ഞാൽ എന്താണ്? ഡെങ്കിപ്പനി എന്താണ്? അപ്പോൾ ഈ ഡെങ്കിപ്പനി നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യണം? നിങ്ങളെല്ലാം ഓരോരാളിയാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള ആൾക്കാരാണ്. സ്ത്രീ ശക്തി എന്നാണ് ഇപ്പോൾ പൊതുവെ നിരളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സൗജന്യമാണ്. സ്ത്രീകൾക്ക് ബസ് യാത്രയൊക്കെ ചെയ്തോ അല്ലേ? എല്ലാവരും സന്തോഷത്തിലാണ്.
മസാലൊക്കെ ചെയ്തിട്ട് വളരെ പുഞ്ചിരിയോടുകൂടി സിനിമ ഒക്കെ കണ്ടിട്ട് വന്ന് ഇറങ്ങുന്ന സ്റ്റൈലാണ് ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങുന്നത്. ഇതാണ് സന്തോഷം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ പോരാളിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എങ്ങനെയാണ്? അടുത്ത വീട്ടിൽ ഒരാൾക്ക് പനിയുണ്ട്, എന്ത് ചെയ്യണം? ഒന്നും വേണ്ട, 2 വാക്ക് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാതെ പോയി ഫീസ് നേടുക അല്ലേ? ഒരു കാര്യം പറഞ്ഞാൽ 2 വീട്ടിൽ എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു ഉറവിടം കാണും. ഉറവിടം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈഡിസ് മുതലിൻ്റെ കൂത്താടികൾ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഒന്നിൽ കൗൺസിലറുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചർച്ചയുണ്ടായിരിക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള പാർട്ടികളിലായിരിക്കും, ചിലപ്പോൾ പരിസരത്ത് കിടക്കുന്ന പിന്നീടുള്ള ചെയ്യുന്നതോടൊക്കെ ആയിരിക്കും. ഇത്തരം ഉറവിടങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ആഴ്ചയിൽ ഒരു ദിവസം ഇല്ലാതാക്കും. വെള്ളം ഒഴുക്കി കളഞ്ഞ് അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറവിട നശീകരണമായി ഇല്ലേ? ഈ വസ്തുക്കളിലുള്ള വെള്ളം ഒഴുക്കി കളഞ്ഞ് നമ്മൾ അതിനെ ഒതുക്കി മഴ നനയാതെ വെള്ളം വീഴാത്ത രീതിയിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഉറവിട നശീകരണമായി. അപ്പോൾ നമുക്ക് ഉറവിട നശീകരണമാണ് ഏറ്റവും നല്ല മാറ്റം. ഇത് ലാർവ സ്റ്റേജ് നശിപ്പിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കാര്യം. ലാർവ എന്ന് ഉദ്ദേശിക്കുന്ന കൂത്താടി വെള്ളത്തിലിങ്ങനെ അത് നിസ്സാരമായിട്ട് നമ്മൾ ചെയ്തത്, പക്ഷേ ഭയങ്കര ഒരാളുടെ ജീവൻ എടുക്കാൻ കഴിവുള്ള വസ്തുക്കളാണ് ആ കൂത്താടി നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക, അങ്ങനെ ഇല്ലാതാണ്. 2, ഇത് പൊതുവായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നശിപ്പിക്കാൻ ഭയങ്കര പാടാണ്. എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? നമ്മൾ രാത്രി ഉറക്കം കഴിഞ്ഞിരുന്നത് രാത്രി വെച്ചടിക്കരുത് അല്ലേ? ഉറക്കം നഷ്ടപ്പെടും. ഇനി കയറുന്നത് നമ്മൾ കഴിക്കും. അപ്പം അതിനെ നമ്മൾ കഴിക്കാതിരിക്കാൻ വേണ്ടി അടിച്ചു കൊല്ലാൻ വേണ്ടി കാത്തിരുന്നാൽ നമുക്ക് ഉറങ്ങണം അല്ലേ? അപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫോഗിങ്ങൊക്കെ ചെയ്യാറുണ്ട്. ഫോഗിങ്ങൊക്കെ ചെയ്യുമ്പോൾ കെമിക്കൽ വെച്ചിട്ടാണ് ഫോഗിങ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശ്വാസമുട്ടുള്ള ആൾക്കാർ, അതുപോലെ വയസ്സായ ആൾക്കാർ, ഇവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ്. ശരിക്കും കെമിക്കൽ നമ്മൾ ഇതിലോട്ട് പോകുമ്പോൾ അത് ദോഷമില്ല. അത് സാധാരണഗതിയിൽ നമ്മൾ സിറ്റിയിലൊക്കെ ഒരുപാട് കേസ് വരുന്ന സ്ഥലങ്ങളാണ് ഈ ഫോഗിങ്ങൊക്കെ ചെയ്യുന്നത്. അതാണ് അതിന് നല്ലത്. ഒരു കേസ് നമ്മൾ ഫോഗിങ് ചെയ്യുന്നത് നാട്ടുകാർക്ക് ദോഷമാണ്. അത് എല്ലാം മനസ്സിലാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കൊതുകിനെ ഇല്ലാതാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അതിൻ്റെ ഉറവിടങ്ങൾ ഇല്ലാതാക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കിപ്പനി എന്ന് പറയുന്ന രോഗത്തെ എന്ത് ചെയ്യാം? ഇല്ലാതാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉറവിട നശീകരണമാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ബെസ്റ്റ് മെത്തേഡോ പ്രിവെന്റിംഗ് ഡെങ്കിപ്പനീസ് ഫോർ ഇൻഫെക്ഷൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് അഥവാ പനി വന്നു നമ്മൾ കഴിക്കണം. പനിക്കാതെ ഉടനെ ആശുപത്രിയിലെത്തി ചികിത്സ തരിക. ആദ്യത്തെ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഡെങ്കിപ്പനിയെ ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് വരും. വൈറസാണ് അല്ലേ? വൈറസിൽ നമുക്ക് പൂർണ്ണമായിട്ടും മരുന്ന് ഇല്ല, പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. അതേസമയം ഡെങ്കിപ്പനി പോലുള്ള ബാക്ടീരിയൽ ഡിസീസാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ മാറ്റാനായിട്ട് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ അടുത്തുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ കാര്യങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അവരെ ബോധവൽക്കരണം നടത്തുക. അടച്ചു സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ചകളൊക്കെ അല്ലേ? പണ്ടൊക്കെ നമുക്ക് ഓപ്പൺ ഡിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഓപ്പൺ ഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തുറസായ സ്ഥലങ്ങളിൽ സ്ഥലങ്ങൾ അല്ലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള വേസ്റ്റിലൊക്കെ ചെന്നിരുന്നിട്ടായിരിക്കും ഈച്ചയും അതുപോലെയുള്ള പ്രാണികളൊക്കെ വന്ന് നമ്മുടെ ഭക്ഷണ സ്ഥാനങ്ങളിൽ അല്ലേ? അതിന് ഒരു അവസരം നമ്മൾ കൊടുക്കാതിരിക്കാനായിട്ട് ഭക്ഷണ സ്ഥാനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കും. വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് കുടിക്കുക. എന്തുകൊണ്ടെന്നാൽ 60 ഡിഗ്രി തിളപ്പിക്കുമ്പോൾ തന്നെ എന്താ നശിക്കും? എലിപ്പനിയുടെ രോഗങ്ങൾ നശിക്കും, ടൈഫോയിഡിന്റെ രോഗങ്ങൾ നശിക്കും, അതുപോലെ ഇല്ലാതാക്കും. 100 ഡിഗ്രി തിളപ്പിക്കും. അപ്പോൾ അങ്ങനെ തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പേഴ്സണൽ ഹൈജീൻ വളരെ ശ്രദ്ധിക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചതിന് ശേഷമൊക്കെ സോപ്പിട്ട് നന്നായിട്ട് നന്നായിട്ട് 30 സെക്കൻഡോളം കൈ സോപ്പിട്ട് കഴുകുമെന്നാണ് പറയുന്നത്. അതുപോലെ വിസർജനമൊക്കെ ചെയ്തതിന് ശേഷം കുട്ടികളെയും പഠിപ്പിച്ച് നിങ്ങൾ എടുക്കുക. നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം കുട്ടികളെ അത് പരിശീലനം ചെയ്യുക. വിസർജനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സോപ്പിട്ട് കൈകളൊക്കെ നന്നായിട്ട് കഴുകുക. ഈ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഇത് പറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ അതുകൾ ഈ രോഗങ്ങൾ പറ്റിയിരുന്നതിൽ നമ്മുടെ ആഹാരത്തിൽ കൂടെ ഇത് അത് പോവുകയും അത് ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ പനി, വയറിളക്കം, രക്തഛർദ്ദിക്കും, അതിൻ്റെ രോഗലക്ഷണങ്ങൾ. പിന്നെ പലർക്കും പല ലക്ഷണങ്ങൾ വേറെ ഉണ്ടാകാറുണ്ട്. അനീമിക്ക് വരാം, ഉളർച്ച പലർക്കും ബാധിക്കാറുണ്ട്. രക്തമൊക്കെ ഒഴുകും, ഉളർച്ച വരും. അപ്പോൾ അത്തരം രോഗലക്ഷണങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ വയറിളക്കോ വേറെ എന്തെങ്കിലും ഈ സാഹചര്യത്തിലുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് വീട്ടിൽ വെച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തി ചികിത്സയാണ് അല്ലേ? നമ്മൾ ചെറിയ വയറിളക്കം വരുമ്പോൾ നമ്മൾ എന്താണ് സാധനം ചെയ്യുന്നത്? കഞ്ഞിവെള്ളം പോയിട്ട് കുടിക്കും, പിന്നെ ORS കുടിക്കും അല്ലേ? ORS ബാഗ് കൂട്ടിയിട്ട് ഏറ്റവും നല്ലൊരു മെഡിസിനാണ്. സാധാരണഗതിയിൽ ചെറിയ വയറിളക്കമൊക്കെ ആണെങ്കിൽ അതിന് മാറും. അതേസമയം ഷിഗല്ല പോലെയുള്ള ബാക്ടീരിയയാണ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് മാറും. ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ. അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് എവിടെ പോവുക? ഹോസ്പിറ്റലിൽ പോവുക. ചികിത്സ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക.
നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരും അടുത്തുള്ള ബന്ധുക്കൾ അയൽക്കാരും ഒക്കെ ഉണ്ടല്ലേ? കുടുംബശ്രീ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് വിശദമാക്കി ഡെങ്കിപ്പനി വരാനുള്ള സാധ്യത നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ അതുപോലെ പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ നന്നായിരുന്നു. നിങ്ങളും അതിനുവേണ്ടി ശ്രമിക്കുക. നല്ലൊരു ആരോഗ്യത്തിൻ്റെ പോരാളികളായി നമുക്ക് എന്ത് ചെയ്യാം? ശരി. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പറയുന്ന പോലെയുള്ള മുൻകരുതലുകൾ എല്ലാവരും എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, സേഫായിട്ട് വീട്ടിലിരിക്കൂ. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ ചെയ്യണം കേട്ടോ. ബൈ ബൈ.